എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ക്രിക്കറ്റ് കളിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളാണ് ഇന്ന് കേരളത്തിലുള്ളത്. വളരെ സീരിയസ് ആയിട്ട് ക്രിക്കറ്റിനെ കാണുകയും ഇതൊരു കരിയറായിട്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന കുട്ടികൾ ഇപ്പോൾ നിരവധിയാണ്. ക്രിക്കറ്റ് കളിക്കുക, അതിനുശേഷം ക്രിക്കറ്റിലൂടെ ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കുക, ക്രിക്കറ്റിന് ശേഷം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ജോലികളിലേക്ക് നീങ്ങുക, ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പല ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് ടാലൻറ്റ് തന്നെയാണ്. അതായത് നമുക്ക് ജന്മനാ കിട്ടുന്ന കഴിവിനെയാണ് ടാലന്റ് എന്ന് പറയുന്നത്. കളിക്കാനുള്ള ഒരു കഴിവ് ലഭിക്കുക എന്നുള്ളതാണ്. പല കുട്ടികൾക്കും പലതരത്തിലുള്ള കഴിവുകളായിരിക്കും. ചില കുട്ടികൾക്ക് നന്നായി പഠിക്കാനുള്ള കഴിവാണെങ്കിൽ ചിലർക്ക് നന്നായി പാടാനുള്ള കഴിവായിരിക്കും, ചിലർക്ക് നന്നായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവായിരിക്കും, ചില കുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ള കഴിവാണെങ്കിൽ തന്നെ ചില കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനായിരിക്കും, ചിലർക്ക് ബാഡ്മിൻ്റൺ കളിക്കാനായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ജന്മനാ നമുക്ക് കിട്ടുന്ന കഴിവുകളെയാണ് നമ്മൾ ടാലന്റ് എന്ന് പറയുന്നത്. ടാലന്റ് ഉള്ളത് കൊണ്ട് മാത്രം ഉയരങ്ങൾ കീഴടക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് നമ്മളൊരു വലിയ ക്രിക്കറ്റ് താരമായിട്ട് മാറുന്നത്. എപ്പോഴും ടാലൻറ്റിൻ്റെ കൂടെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം, നല്ല ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അതായത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു പ്രാക്ടീസിൻ്റെ സമയത്തും മത്സരത്തിൻ്റെ സമയത്തും ഒക്കെ കൃത്യമായിട്ട് എത്തിച്ചേരുക. ഒപ്പം തന്നെ നല്ലപോലെ ഒരു ഡെഡിക്കേഷൻ, അതിനുവേണ്ടി എല്ലാ ദിവസവും കഷ്ടപ്പെടാനുള്ള ഒരു ഡെഡിക്കേഷൻ നമുക്കുണ്ടാവണം. ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം ചേരുമ്പോഴാണ് നമ്മളൊരു വലിയ ക്രിക്കറ്റ് താരമായി മാറുന്നത്, അല്ലെങ്കിൽ IPL ടീമുകളിലും ഇന്ത്യൻ ടീമിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും പല താരങ്ങൾക്കും ഇതുപോലെ ഇന്ത്യൻ ടീമിലേക്കോ അല്ലെങ്കിൽ IPLലേക്കോ എന്തിന് കേരള ടീമിലേക്ക് പോലും എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല എന്ന് നമുക്കറിയാം. കാരണം പല താരങ്ങളെയും അല്ലെ പല ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളെയും നോക്കിക്കഴിഞ്ഞാൽ അവർ 3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും, 4 മണിക്കൂർ, 5 മണിക്കൂർ, 8 മണിക്കൂർ വരെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ഇത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടും എന്തുകൊണ്ട് അവർക്ക് ഇന്ത്യൻ ടീമിലേക്കോ IPLലേക്കോ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല? നമുക്കൊരു ഉദാഹരണമായിട്ട് വൈഭവ് സൂര്യവംശി എടുക്കാം. വൈഭവ് സൂര്യവംശി ഈ 15 വയസ്സിനിടയിൽ തന്നെ അദ്ദേഹം ലോക ക്രിക്കറ്റിൽ ഏറ്റവും വലിയൊരു ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ പല ആളുകളും പല റീസൺസ് ആയിരിക്കും പറയുക. അദ്ദേഹത്തിന് ടാലന്റ് ഉണ്ട്, ഒപ്പം തന്നെ അദ്ദേഹം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ബാറ്റ് സ്വിങ്ങിനെയാണ് ആളുകൾ പറയുന്നത്. 6 അടിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാറ്റ് സ്വിംഗ് ആണ് അദ്ദേഹത്തിൻ്റെതെന്ന് പറയുന്നു. പക്ഷെ എന്നോട് ചോദിച്ചാൽ ഇതിൻ്റെയൊക്കെ ഒപ്പം ഇതെല്ലാം വേണം, ഇതെല്ലാം ഒരു 50% മാത്രമേ ആകുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെൻ്റൽ ടഫ്നെസ് എന്ന് പറയുന്ന ഏരിയയാണ്. അതായത് മാനസികമായിട്ടുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള കഴിവ് എന്ന് വേണമെങ്കിൽ പറയാം. വൈഭവ് സൂര്യവംശിയുടെ ഒരു പ്രത്യേകത എന്താണ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിങ്ങോ ഇത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെൻ്റൽ ടഫ്നെസ് ആണെന്ന് ഞാൻ പറയും. കാരണം ലോകോത്തര ബൗളർമാരെ ഇതുപോലെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ 15 വയസ്സുള്ള പ്രായത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു ക്രിക്കറ്റ് കളിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ടെൻഷൻ, പ്രഷർ, ഇതുപോലെയുള്ള ലോകോത്തര ബൗളർമാരെ നേരിടുമ്പോഴുണ്ടാകുന്ന ഒരു പതർച്ച, ഇതെല്ലാം നമ്മൾ നോക്കിക്കാണുമ്പോൾ വൈഭവ് സൂര്യവംശിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഈ മാനസികമായിട്ടുള്ള ഒരു മുൻതൂക്കമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ടഫ്നെസ് ആണ് എന്ന് ഞാൻ പറയും. അപ്പോൾ ഈ മെൻ്റൽ ടഫ്നെസ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു 50% മൈൻഡ് ഗെയിം ആണെന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്? ആ മൈൻഡ് ഗെയിമിൽ എങ്ങനെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ പലർക്കും അതിനുള്ള ഉത്തരമുണ്ടായിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും ഈ ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കലായിട്ടുള്ള കറക്ഷൻസ് ഈ ഏരിയയിലായിരിക്കും കുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. പക്ഷേ ഒപ്പം തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നേരം നിങ്ങളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്ക്, നിങ്ങൾക്കൊരു മെൻ്റൽ ടഫ്നെസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ സ്കിൽസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിൽ നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ വലിയ ഉയരങ്ങൾ നിങ്ങൾക്ക് കീഴടക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് എങ്ങനെയാണ് നേടിയെടുക്കാനായിട്ട് സാധിക്കുക എന്ന് ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ജന്മന തന്നെ മെൻ്റലി ടഫായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ പോലും ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ അവർക്ക് ചെറുതായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, പ്രഷറൊക്കെ അനുഭവപ്പെടാറുണ്ട് എന്ന് പറയാറുണ്ട്. ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് ക്രിക്കറ്റർമാരിൽ ഒരാളായിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോനി പോലും പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ഒരു 10 ബോൾ കളിക്കുമ്പോൾ അദ്ദേഹം അണ്ടർ പ്രഷറാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രഷറിനെ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെ നമുക്ക് ലോകോത്തര താരങ്ങൾക്കെതിരെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവരുടെ ബൗളിങ്ങിനെതിരെ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ബൗൾ ചെയ്യുമ്പോൾ എങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ മാനസികമായിട്ടുള്ള മുൻതൂക്കം തന്നെയാണ്. എങ്ങനെ മെൻ്റലി ടഫ് ആവാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള
ഒരുപാട് ക്ലാസ്സുകൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ പലതും ഞങ്ങൾ കേരളത്തിലുള്ള പല കുട്ടികളും അത് അറ്റൻഡ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ്. വളരെ വളരെ കുറവായിട്ടുള്ള ആളുകളാണ് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. കാരണം ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഗെയിം ആണെന്നാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഫിസിക്കൽ ഗെയിം മാത്രമല്ല, ഒരു മെന്റൽ ഗെയിമും കൂടെയാണ്. അപ്പോൾ അവിടെയും കൂടെ നമ്മളൊരു സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നേരം നിങ്ങളുടെ മനസ്സിന് വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മാസത്തോളം നിങ്ങൾ ക്രിക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അല്ലെങ്കിൽ ഒരു 6 മാസം നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്, നിങ്ങളുടെ ടെക്നിക്കൽ വലിയ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, നിങ്ങളുടെ ഒരു ഫ്ലോ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ മെന്റലി ടഫ്നെസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് അമേസിംഗ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒരുപാട് അങ്ങനെയുള്ള താരങ്ങളെ നേരിട്ടും അല്ലാതെയൊക്കെ പരിചയമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഏതായാലും നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ക്രിക്കറ്റ് പ്ലെയേഴ്സിന് വേണ്ടിയിട്ട്. ഏതായാലും പല താരങ്ങളുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിൽ എത്തുക, IPL കളിക്കുക, വലിയ താരങ്ങളായിട്ട് മാറുക എന്നുള്ളത് ആണ്. അത് വലിയ രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മുടെ കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.